afternoon. Good afternoon. Good afternoon. Afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Yes, prayer. Prayer ആരെങ്കിലും ചെയ്യുന്നതാണോ? Ma'am Chollam. Good afternoon, all. Let us begin today's class with a short prayer. Lord, we commit this day to you, asking for strength, wisdom, and faith to face whatever comes. Guide our thoughts, words, and actions, filling us with your love so we may serve others. Calm our fears, help our trust in you, and allow us to find joy in your presence through all of today's challenges. Thank you, Lord. We love you. Thank you, ma'am. Okay, thank you. So of the day. If you fail, never give up because fail means first attempt in learning. Yes, very good. Okay, good afternoon to all. ഭക്ഷണം കഴിച്ചായിരുന്നോ എല്ലാവരും? കഴിച്ചു മിസ്സേ. ഓക്കെ, ശരി. Okay, ma'am. PDF കാണുന്നുണ്ടല്ലോ, കാണാമോ? PDF പോകുമ്പോ പറയാട്ടോ. PDF കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയില്ലോ. പോയി. ഉം.
കാണാലോ? യെസ് മാം, കാണാം. കാണാം. നമ്മൾ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പോകുമ്പോ അപ്പൊ തന്നെ പറയണം കേട്ടോ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്രോച്ചസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഫസ്റ്റ് അപ്രോച്ചസ് ചെയ്താണ് നമ്മൾ നോക്കിയത്. എൽബ്രാഷ്യൻ അപ്രോച്ച് ആണ് പഠിച്ചത് അല്ലേ? തുടങ്ങിയായിരുന്നില്ലേ അത്? സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തു. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഹെൽബ്രാഷ്യൻ അപ്രോച്ചസിൽ വരുന്നത്? ഏതൊക്കെ സ്റ്റെപ്സ് ആണ്? Preparation, presentation, comparison, obstruction, generalization. ഓക്കെ, വെരി ഗുഡ്. 5 സ്റ്റെപ്സുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള്. പറഞ്ഞിരുന്നു. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പറേഷൻ എന്താണ്? വിദ്യാർത്ഥികൾ നമ്മൾ പുതിയ പാഠഭാഗത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ? പ്രസന്റേഷൻ എന്താണ്? പ്രസന്റേഷൻ അറിവുകളും ആശയങ്ങളും നമുക്ക് പരിചയമെല്ലാം കൺവേ ചെയ്യാം. പുതിയ പാഠഭാഗം നമ്മളവിടെ പ്രസന്റ് ചെയ്യാൻ വ്യക്തമാക്കുന്ന ഒരു ഘട്ടമാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. കമ്പാരിസൺ എന്താണ്? പഴയ ചാപ്റ്ററും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക. പുതിയ അറിവിനെയും പഴയ അറിവുമായിട്ട് താരതമ്യം ചെയ്യാം. ഓക്കെ. ഒബ്സ്ട്രക്ഷൻ ആൻഡ് ജനറലൈസേഷൻ എന്തായിരുന്നു? ഒബ്സ്ട്രക്ഷൻ അസസ്മെന്റ് എന്ന് പറഞ്ഞു. എത്രത്തോളം അവർക്ക് മനസ്സിലായി എന്നത് മനസ്സിലാക്കുക. അതായത് പ്രധാന ആശയങ്ങൾ നിയമങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓക്കെ. ജനറലൈസേഷൻ എന്താണ്? ജനറലൈസേഷൻ ഹെൽബ്രാഷ്യൻ അപ്രോച്ചസിൽ വരുന്ന 5 സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. It employs teachers control instruction. All the classroom activities are managed and controlled by the teacher and students and the apathetic listeners. It stress on memorization of content. It's known as thoughtless teaching. Okay. അപ്പൊ ഈ ഹെൽബ്രാഷ്യൻ അപ്രോച്ചസില് മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേന്ദ്രീകൃത കഥാപാത്രം എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ ക്ലാസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ആരാണ്? ടീച്ചർ സെന്റേർഡ് ആണ് അല്ലെ? അപ്പോൾ TCI ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെസ്സേജ്. ടീച്ചർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ. യെസ്, അതായത് എല്ലാ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഇവിടെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണ് അല്ലെ? ജസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആരാണ്? അപ്പത്തറ്റിക് ലിസണേഴ്സ് ആണ്. അപ്പത്തറ്റിക് ലിസണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരത് കേട്ടിരിക്കുന്ന ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ജസ്റ്റ് കേട്ടിരിക്കുന്ന ലിസണേഴ്സ് മാത്രമായിട്ടുള്ള രീതിയിലാണ് ഈ അപ്രോച്ചസിൽ പറയുന്നത്. ടീച്ചർ തന്നെയാണ് എല്ലാ പ്രസന്റേഷൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ പറഞ്ഞ 5 സ്റ്റെപ്സിലും ഇനീഷ്യേറ്റീവ് എടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? അധ്യാപിക തന്നെ. അപ്പൊ ടീച്ചർ സെന്റർഡ് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ഈ ഒരു അപ്രോച്ചസിൽ നടക്കുന്നത്. യെസ്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് ഇവിടെ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ഇവിടെ വരുന്നില്ല. ഓക്കെ. ജസ്റ്റ് അഭിപ്രായങ്ങൾ മാത്രം നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നല്ലാതെ കുട്ടികൾ, അതായത് ചൈൽഡ് സെന്റർഡ് ആയിട്ടുള്ള അപ്രോച്ചസിലേക്ക് ഈ ഒരു അപ്രോച്ച് കടക്കുന്നില്ല. ഓൺലി അവിടെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ആരാണ്? അധ്യാപിക മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇറ്റ്സ് നോൺ ആസ് തോട്ട്ലെസ് ടീച്ചിങ്. എന്താണ് തോട്ട്ലെസ് ടീച്ചിങ് എന്ന് പറയുന്നത്? തോട്ട്ലെസ് ടീച്ചിങ് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചിന്തയ്ക്ക് പ്രാധാന്യം കുറവുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡാണ് ഇവിടെ ഈ ഒരു അപ്രോച്ചസിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇതിനെ ഇറ്റ് ഇസ് നോൺ ആസ് തോട്ട്ലെസ് ടീച്ചിങ് എന്ന് പറയുന്നത്. അവിടെ അധികം ചിന്തിക്കേണ്ട ആവശ്യകതകൾ കുട്ടികൾക്ക് വരുന്നത്. കാരണം എന്താണ്? കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അധ്യാപികയാണ് കേട്ടോ. ജസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ലിസണേഴ്സ് മാത്രമാണ്. ഓക്കെ. അപ്പൊ ഹെൽബ്രാഷ്യൻ അപ്രോച്ചസിന് 5 സ്റ്റെപ്സ് ഉണ്ട്. പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഒബ്സ്ട്രക്ഷൻ അസസ്മെന്റ് ആൻഡ് ജനറലൈസേഷൻ. ഓക്കെ. ഇതൊരു കണ്ടന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ടീച്ചറാണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നത് ആര് തന്നെയാണ്? അധ്യാപിക തന്നെയാണ്. ടീച്ചർ സ്റ്റുഡൻസ് ജസ്റ്റ് ആസ് എ ലിസണേഴ്സ് മാത്രമാണ്. ഓക്കെ. പിന്നെ ഇതിനെ നമ്മൾ തോട്ട്ലെസ് ടീച്ചിങ് എന്ന് പറയാൻ കാരണം എന്താണ്? ചിന്തയ്ക്ക് പ്രാധാന്യം കുറവ് കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ തോട്ട്ലെസ് ടീച്ചിങ് എന്ന് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ തോട്ട്ലെസ് ടീച്ചിങ് എന്ന് അറിയപ്പെടുന്ന അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ച ആൻസർ എന്താ വരുന്നത്? ഹെൽബ്രാഷ്യൻ അപ്രോച്ച് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇവാലുവേഷൻ അപ്രോച്ച് ആണ്. നെക്സ്റ്റ് വരുന്നത്
ഇവാലുവേഷൻ അപ്രോച്ച്. ഹെർബാഷൻ അപ്രോച്ചസിന് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. PDF പോകുമ്പോ അപ്പൊ തന്നെ പറയണത് ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, അതാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവാലുവേഷൻ അപ്രോച്ച്. ഇവാലുവേഷൻ അപ്രോച്ച് കേട്ടിട്ടുണ്ടോ ഇത് എവിടെയെങ്കിലും? കേട്ടിട്ടില്ല. യെസ്, ഇത് കൊണ്ടുവന്നത് കോയിൻ ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് കേട്ടോ. ബെഞ്ചമിൻ എസ് ബ്ലൂം, BS ബ്ലൂം എന്ന് നമ്മൾ അദ്ദേഹത്തിന് ഷോർട്ട് ഫോമിൽ നമ്മൾ പറയും. BS ബ്ലൂം എന്ന് പറയുന്നത് ബെഞ്ചമിൻ എസ് ബ്ലൂം എന്നാണ്. അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ബെഞ്ചമിൻ എസ് ബ്ലൂം, എസ് എന്ന അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ ആണ്. ബെഞ്ചമിൻ എസ് ബ്ലൂം has developed this access to classroom teaching. It's considered that teaching is 3 steps: educational objectives, learning experience, change in behavior. Okay. So evaluation approach എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവാലുവേഷൻ? ഇവാലുവേഷൻ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വിലയിരുത്തുക. അപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ക്ലാസ് റൂം മാനേജ്മെന്റിന്, പ്രത്യേകിച്ച് ക്ലാസ് റൂം ടീച്ചിങ്ങിന് 3 സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു അപ്രോച്ചിൽ അദ്ദേഹം BS ബ്ലൂം വിവരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്? ആദ്യം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിലൂടെ, ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ, ചേഞ്ച് ഇൻ ബിഹേവിയർ. ഓക്കെ, നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ് അല്ലെ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്. ഒരു ക്ലാസ് റൂമിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ക്ലാസ് റൂമിനകത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Educational objectives. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്നത് പഠന ലക്ഷ്യങ്ങൾ നമ്മൾ നിശ്ചയിച്ചതിന് ശേഷമാണ് ക്ലാസ് ആരംഭിക്കുന്നത് അല്ലെ. ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ്, അതായത് വിദ്യാർത്ഥി എന്ത് പഠിക്കണമെന്നാണ് നമ്മൾ അവിടെ തീരുമാനിക്കുന്നത് അല്ലെ. അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു സ്റ്റുഡന്റ് എന്താണ് പഠിക്കേണ്ടത് എന്ന് അർത്ഥമാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ തീരുമാനമെടുക്കുന്നതാണ് എന്താ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാർത്ഥി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണോ? എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. ആദ്യം നമ്മൾ പഠനത്തിന്റെ ലക്ഷ്യം നിശ്ചയിക്കുന്നു. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്ത് പഠിക്കണമെന്ന് നമ്മൾ അവിടെ നിശ്ചയിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മളിപ്പോ ഓൾറെഡി എന്താണ് എന്ത് പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ, നിശ്ചയിച്ചിട്ടുണ്ട് എന്ത് പഠിപ്പിക്കണമെന്ന്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ്? പഠനാനുഭവം അല്ലെ, ലേണിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നമ്മള് നിശ്ചയിച്ച ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ക്ലാസ്സിലെ പ്രസന്റേഷൻസ് കൊടുക്കുന്നത് അല്ലെ. അതായത് വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ എന്തിൽ കൊടുക്കുന്നത്? അവർക്ക് നല്ല എക്സ്പീരിയൻസ് അവർക്ക് ലഭ്യമാവണമെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കുമെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കണം കുട്ടികൾക്ക് അവിടെ കൊടുക്കേണ്ടത് അല്ലെ. എന്നിരുന്നാൽ മാത്രമേ കുട്ടികൾക്ക് എന്തുണ്ടാവുള്ളൂ, അതിൽ നിന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നല്ല മികച്ച രീതിയിലുള്ള ഒരു പഠനാനുഭവം കുട്ടികൾക്ക് ലഭ്യമാവുകയുള്ളൂ. മനസ്സിലായി? അതായത് നല്ല പഠനാന്തരീക്ഷത്തിലൂടെ മാത്രമേ നല്ലൊരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, യെസ്, മനസ്സിലായോ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന്? തമ്പിടുന്നുണ്ടോ? ഓക്കെ, ഒരൊറ്റ തമ്പ് തന്നെ ഉണ്ട്, ബാക്കിയുള്ള തമ്പുകളോ എവിടെയെങ്കിലും? രണ്ടാമത്തെ പോയിന്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? അങ്ങനെ കണക്ട് ചെയ്താൽ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടിയെ എന്ത് പഠിപ്പിക്കണം അല്ലെ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം നിശ്ചയിച്ചു കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും കുട്ടിക്ക് കൊടുക്കേണ്ടത്? മികച്ച പഠനാനുഭവം കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അപ്പൊ സൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കര ഹാർഡായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുമോ? ഹാർഡായിട്ടുള്ള ആക്ടിവിറ്റീസ്, അവർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുത്ത കുട്ടികൾക്ക് എങ്ങനെ നല്ലൊരു അനുഭവം കിട്ടാൻ സാധ്യതയുണ്ടോ? അവർക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മള് എന്താ പറയാ, ഒരു
ഏജിനനുസരിച്ചുള്ള ടാസ്കുകളായിരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലെ. എന്നിരുന്നാൽ മാത്രമേ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ, മികച്ച രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ലേണിംഗ് എക്സ്പീരിയൻസ് അഥവാ മികച്ച പഠനാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ മികച്ച പഠനാനുഭവങ്ങൾ കുട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നല്ല എക്സ്പീരിയൻസ്, നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയറിൽ എന്ത് സംഭവിക്കുന്നു? ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവുന്നു അല്ലെ, പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കുന്നു. അതായത് ഒരു പഠനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ അറിവിലും കഴിവിലും എന്ത് സംഭവിക്കുന്നു? വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു അല്ലെ. മുൻനിരയിലുണ്ടായിരുന്ന അറിവിനേക്കാൾ മികച്ച അറിവ് അവൻ എന്താണ്, പുതിയ അറിവുകൾ അവൻ എന്താണ് ഏൺ ചെയ്യാണ് അല്ലെ. അപ്പോ ചേഞ്ച് നമ്മൾ അവർ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് പുതിയ അറിവുകളും അതേപോലെ തന്നെ എന്താണ് അവരുടെ പെരുമാറ്റത്തിലും അതെന്താണ് ആ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഈ 3 സ്റ്റെപ്സ് ആണ് ഇവാലുവേഷൻ അപ്രോച്ചസിലെ ബ്ലൂം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിന്റെ അകത്ത് എന്താണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ട 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്? ആദ്യം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, കുട്ടികൾക്ക് മികച്ച പഠനാനുഭവം ലഭ്യമാക്കുക, അതിലൂടെ എന്താണ് കുട്ടികളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, 3 സ്റ്റെപ്സ് ഓർത്തിരിക്കണം. ഇവാലുവേഷൻ അപ്രോച്ചസിന് 3 സ്റ്റെപ്സ് ആണ്: എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങള് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് പാരാഗ്രാഫ് നോക്കുക കേട്ടോ. The classroom management is to realize the educational objectives. The purpose of managing classroom activities is to provide learning experience for the students, and objectives are measured with the help of change of behaviors. Classroom management is objective centered. The classroom activities are managed for realizing the objectives. Okay. ഇവിടെ ക്ലാസ് റൂം ഈ ഒരു അപ്രോച്ചസിലെ ക്ലാസ് റൂം മാനേജ്മെന്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഈ ഇവാലുവേഷൻ അപ്രോച്ച് പ്രകാരം ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യം എന്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക. എന്തായിരിക്കണം, ഏതിലേക്കായിരിക്കണം കുട്ടികൾ എത്തിച്ചേരേണ്ടത് അല്ലെ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി തീരുമാനിച്ചിട്ടായിരിക്കണം ആ ക്ലാസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ക്ലാസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്താണ്? അനുയോജ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക അല്ലെ. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നല്ല ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്താ ഈ ഒബ്ജക്റ്റീവ്സിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സിലൂടെ അല്ലെങ്കിൽ ഈ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നു? അതായത് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാനുഭവങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് അവരുടെ പെരുമാറ്റത്തിലെ വിവിധ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് കാരണമാണ്. ഓക്കെ, അപ്പൊ ഈ ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അല്ലെ. ഒബ്ജക്റ്റീവിനാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അതായത് ക്ലാസ് റൂം ഈ വാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വാലുവേഷൻ അപ്രോച്ച് പ്രകാരം ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സെന്റേർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്രോച്ചസിലൂടെ ക്ലാസ് റൂമുകൾ നിയന്ത്രിക്കപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആദ്യം 3 സ്റ്റെപ്സ് പറഞ്ഞു. ആ സ്റ്റെപ്സ് എപ്പോഴും ഓർത്തു വയ്ക്കുക. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. വാലുവേഷൻ അപ്രോച്ചസ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആരാണ് ഇത് കോയിൻ ചെയ്തത്, ഏതൊക്കെയാണ് അതിലെ മെയിൻ സ്റ്റെപ്സ്, എന്ത് സെന്റേർഡ് ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് വന്നാലും നല്ല രീതിയിൽ പഠിച്ചിരിക്കുക കേട്ടോ. ഇവാലുവേഷൻ അപ്രോച്ചസ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ്. എല്ലാ അപ്രോച്ചസും ചോദിക്കാറുണ്ട്, പക്ഷെ ഇതിൽ നിന്ന് കുറച്ചുകൂടി ഇല്ലാതെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ. ഓക്കെ, പിന്നെ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് അതിൽ ഇട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, BS ബ്ലൂമിന്റെ യഥാർത്ഥ പേരെന്താണ്? മുഴുവനായുള്ള പേരെന്താണ്? BS ബ്ലൂമിന്റെ ബെഞ്ചമിൻ എസ് ബ്ലൂം. മറന്നു പോകരുത് കേട്ടോ. ബെഞ്ചമിൻ എസ് ബ്ലൂം. ഓക്കെ, നമ്മള് സെക്കൻഡ് അപ്രോച്ച് ആണ് പഠിച്ചത്, ഇവാലുവേഷൻ അപ്രോച്ച്. 2 അപ്രോച്ചസിലൂടെ നമ്മൾ കടന്നുപോയി. ഒന്ന് ഹെൽബ്രാഷ്യൻ അപ്രോച്ച്. ഹെൽബ്രാഷ്യൻ അപ്രോച്ച് ആരാണ് ജോയിൻ ചെയ്തത്? പേര് എഴുതി തന്നിട്ടില്ലേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സില്? ജോഹാൻ ഫ്രെഡറിച്ച് ഹെൽബാർഡ്. ആ പേര് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ,
ഹെർബ്രാഷ്യൻ അപ്രോച്ചിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? ഹെർബ്രാഷ്യൻ അപ്രോച്ചസിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 5 steps. 5 സ്റ്റെപ്സ് ഉണ്ട്. ഇവാലുവേഷൻ അപ്രോച്ചസിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 3 steps. ഇവാലുവേഷൻ അപ്രോച്ചസ് കൊണ്ടുവന്നത് ആരാണ്? Benjamin Bloom. സ്റ്റെപ്സ് പറയണമെന്നില്ല, ഞാൻ പൂർണ്ണമായും പേര് പറഞ്ഞു തന്നുള്ളൂ. BS ബ്ലൂം എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോ ഇവാലുവേഷൻ അപ്രോച്ച് എന്ത് സെന്റർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്? എന്തിനാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? Objective. National objectives. യെസ്, ക്ലിയർ ആണല്ലോ ഇവാലുവേഷൻ? Yes, ma'am. യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാനേജിംഗ് ടീച്ചിങ് ലേണിംഗ് അപ്രോച്ച്. മാനേജിംഗ് ടീച്ചിങ് ലേണിംഗ് അപ്രോച്ച് ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇത് IK ഡേവിസ് എന്ന വ്യക്തിയാണ് കൊണ്ടുവന്നത്. IK ഡേവിസ്, ആ പേരോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. IK ഡേവിസ് കാണുന്നുണ്ടോ? പിള്ളേരെ സത്യമായിട്ടും PDF പോകുമ്പോ പറയണം കേട്ടോ, അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം അതിനെ പറ്റിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അതായത് PDF പോകുന്നത് നമ്മൾ പറഞ്ഞില്ല, ക്ലാസ്സിൽ ഇപ്പൊ പറയുന്നുണ്ട്. ഇത് എന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ്. എന്താണെന്ന് നോക്കിയിട്ട് ഇതുവരെ നമുക്ക് കാണാം, എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോ ചില കുട്ടികൾ അത് കംപ്ലൈന്റ് ചെയ്തേക്കുന്നത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടും PDF ഓൺ ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ ആദ്യം പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കാണണല്ലേ, ആദ്യം തന്നെ കാണും, കുറച്ച് കഴിയുമ്പോൾ പോവാണ് അല്ലെ, നമ്മളൊന്നും ചെയ്തിട്ടല്ല. പക്ഷെ ചില റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികൾ അങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, നമ്മള് അത് കാണിക്കുന്നില്ല, പ്രസന്റ് ചെയ്യുന്നില്ല, കാണാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ആരാ പറയണേ എനിക്കറിയില്ല കേട്ടോ പിള്ളേരെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, പോകുമ്പോ അപ്പൊ തന്നെ പറയാം. എന്നാലും ഇവിടെ ടെക്നീഷ്യൻസിനെ വിളിച്ച് നമ്മളത് പിന്നീട് രണ്ടാമത് അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് പറയണേ. ഇനി പരാതി പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. അറിയില്ല. Okay, managing teaching learning approach നോക്കാം. IK Davis has given the management access to teaching learning. A teacher has to play the role of a manager and he has to manage classroom activities. This access is based on the modern theory of human organization and relationships. Okay. ഇപ്പൊ നമ്മൾ പഠിച്ച രണ്ട് അപ്രോച്ചസിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടൊരു അപ്രോച്ച് ആണ് മാനേജിംഗ് ടീച്ചിങ് ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. കൊണ്ടുവന്നത് ആരാണ്? IK ഡേവിസ് എന്ന വ്യക്തിയാണ്. യെസ്, അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു തിയറിനെ അദ്ദേഹം വിവരിക്കുന്നത് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ ഒരു മാനേജറുടെ റോള് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അധ്യാപകൻ എന്താണ്? ഒരു മാനേജറുടെ പങ്ക് അദ്ദേഹം, അതായത് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു മാനേജർ എങ്ങനെയാണോ അതേ റോൾ ആയിരിക്കണം ഒരു ടീച്ചർ ക്ലാസ് റൂമില് വഹിക്കേണ്ടതെന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്? IK ഡേവിസ് തന്റെ അപ്രോച്ചസിലൂടെ വിവരിക്കുന്നത്. ഓക്കെ, ടീച്ചർ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? IK ഡേവിസ് എന്താണ് അഭിപ്രായപ്പെടുന്നത്? ടീച്ചേഴ്സ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം അദ്ദേഹം പറയുന്നത് ടീച്ചർ ആസ് എ മാനേജർ എന്ന രീതിയിൽ, അതായത് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഒരു മാനേജർ ആ ഓർഗനൈസേഷനെ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ക്ലാസ് റൂമിനകത്ത് ടീച്ചർ ഒരു മാനേജറായി മാറണം എന്നാണല്ലോ. ആ ഒരു മാനേജർ റോൾ ആയിരിക്കണം ടീച്ചർ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു അപ്രോച്ചസിലൂടെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു മാനേജർ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ക്ലാസ് റൂമും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു അപ്രോച്ചസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് ഏകദേശം ഹ്യൂമൻ ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് കൂടിയാണ് എന്ത് മാനേജിംഗ് ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ഓർഗനൈസേഷൻ തിയറീസ് അല്ലെങ്കിൽ എന്താ പറയാ റിലേഷൻഷിപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു അപ്രോച്ച് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, അപ്പൊ ആ ഒരു അപ്രോച്ച് പ്രകാരമാണ് അല്ലെങ്കിൽ ആ ഒരു തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത് ഒരു മാനേജറുടെ റോൾസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഈ അപ്രോച്ചസിനെ നമ്മൾ വിവരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അപ്രോച്ചസിൽ ഏകദേശം 4 സ്റ്റെപ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത് കേട്ടോ. ഡേവിസ് ഹാസ് ഗിവൻ 4 സ്റ്റെപ്സ് ഫോർ മാനേജിംഗ് ടീച്ചിങ്. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 4 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ്. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും ക്ലാസ്സില്? ഓക്കെ, കേൾക്കുന്നുണ്ട്, ശരി. യെസ്, അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അദ്ദേഹം പറയുന്നത് പ്ലാനിങ് ആണ്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? പ്ലാനിങ് എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കണം പ്രവർത്തനങ്ങൾ.
അതായത് ക്ലാസ് റൂമിൽ നമ്മൾ ഇവിടെയും പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പഠന ലക്ഷ്യങ്ങൾ തന്നെയാണ് അല്ലെ, എയിംസ് ആണ്. അതായത് എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് നമ്മൾ അവിടെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യും. അവിടെയാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് അല്ലെ. എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. ഓക്കെ, യെസ്. അതായത് എന്ത് കണ്ടന്റ് ആണ് പഠിപ്പിക്കേണ്ടത്, ആ കണ്ടന്റുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കും. തീരുമാനിച്ച കാര്യം നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, Organizing. ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്, ഓർഗനൈസിംഗ് നമ്മള് തീരുമാനിച്ച ആ ഒരു പ്ലാനിങ് അനുസരിച്ച് വേണ്ട റിസോഴ്സുകൾ നമ്മൾ ക്രമീകരിക്കും അല്ലെ. അതായത് ഒരു കാര്യം ചെയ്യുന്ന, ഒരു കാര്യം പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ്, എന്തെങ്കിലും നമുക്ക് റിസോഴ്സസ്, സപ്പോർട്ടിംഗ് റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ് അല്ലെ. യെസ്, അപ്പൊ റിസോഴ്സ്, അതായത് നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഓർഗനൈസ് ചെയ്യും അല്ലെ. ആദ്യം പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ട് ഓൾറെഡി നമ്മള് ഈ റിസോഴ്സസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതെല്ലാം അറേഞ്ച്ഡ് ആയിട്ടുള്ള മാനറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓർഗനൈസ് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഓർഗനൈസിങ് കഴിഞ്ഞ് നമ്മൾ റിസോഴ്സസുകളെല്ലാം ക്രമീകരിച്ചു അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട ലീഡിങ്ങിന്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാമല്ലോ, ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, ലീഡിങ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്നൊരു പേര്. ഓക്കെ, എന്തായിരിക്കും ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, കുട്ടികളെ നയിക്കണം, പ്ലാൻ ചെയ്ത് നയിക്കണം. ഇൻസ്ട്രക്ഷൻസ് കൊടുത്തവരെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ക്ലാസ് ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ വരുന്നത് അല്ലെ. ടീച്ചർ ഇവിടെ ഓർഗനൈസ് ചെയ്ത കാര്യങ്ങൾ ലീഡ് ചെയ്തെന്ന് ടീച്ചർ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അവരുടെ കൂടെ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്, കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് ടീച്ചർ വേണ്ട നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുകയാണ് ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സ്റ്റെപ്സിൽ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, കൺട്രോളിങ് ആൻഡ് ഇവാലുവേഷൻ. കൺട്രോളിങ് ഓർ ഇവാലുവേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു സ്ലാഷ് ഇട്ടിട്ട് ഇവാലുവേഷൻ എഴുതിക്കോളൂ കേട്ടോ. കൺട്രോളിങ് ഓർ ഇവാലുവേഷൻ എഴുതാം. ഓക്കെ, എന്താണ് കൺട്രോളിങ് ഓർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്, കൺട്രോളിങ് ഓർ ഇവാലുവേഷൻ പ്രവർത്തനങ്ങളെ എന്തൊക്കെ മനസ്സിലായി എന്ന് മനസ്സിലാക്കുക, അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. ആദ്യം സെറ്റ് ചെയ്ത കാര്യം എന്താ, നമ്മൾ പ്ലാൻ ചെയ്തപ്പോ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് ഇവിടെ എന്ത് ചെയ്തു എന്നാണ് ലാസ്റ്റ് നോക്കേണ്ടത്. നമ്മുടെ പഠന ലക്ഷ്യം മനസ്സിലായോ, ആ ലക്ഷ്യത്തിൽ എത്തിയോന്ന്, പഠന ലക്ഷ്യങ്ങൾ കുട്ടികൾ കൈവരിച്ചു എന്നാണ് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അതായത് കൃത്യമായിട്ട് അവർ ഇവാലുവേറ്റ്, ആവശ്യമായിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഒന്നുകൂടി വിശദീകരണം കൊടുക്കണമെങ്കിൽ എന്താണ് അവസാന ഭാഗത്ത് നമുക്കത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ എങ്ങനെയാണ് ഈ മാനേജിംഗ് ടീച്ചിങ് ലേണിംഗ് അപ്രോച്ചസ് വരുന്നത്, ഏതൊക്കെ സ്റ്റെപ്സിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിംഗ്, ഇവാലുവേഷൻ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞോളൂ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, പഠന ലക്ഷ്യങ്ങള് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക അല്ലെ. സെറ്റ് ചെയ്തതിനു ശേഷം എന്താണ്, ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തൊക്കെയാണോ വേണ്ടത് വിഭവങ്ങൾ, റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ്, അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സിൽ അത് ഓർഗനൈസ് ചെയ്യാം. ദെൻ ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, എന്താണ് ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, കുട്ടികളുടെ കൂടെ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മളവിടെ കൊടുക്കുകയാണ് അല്ലെ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് മോട്ടിവേഷൻസ് കൊടുക്കാം അല്ലെ. കുട്ടികൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്താണ്, അവർക്ക് നല്ല ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയോട് നന്നായിട്ടുണ്ട്, ഓക്കെ വെരി ഗുഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടിക്ക് എന്ത് തോന്നും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് തോന്നും അല്ലെ. നന്നായിട്ടുണ്ട്, ഇനി നല്ല രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ കുട്ടിക്ക് എന്ത് തോന്നും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവന് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അവസാന ഭാഗമാണ് അല്ലെ. അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് പഠന ലക്ഷ്യങ്ങൾ കുട്ടി കൈവരിച്ചു എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് കൺട്രോളിംഗ് ഓർ ഇവാലുവേഷൻ എന്ന സ്റ്റെപ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, 4 സ്റ്റെപ്സുകളും ക്ലിയർ ആണോ എല്ലാവർക്കും? 4 സ്റ്റെപ്സും ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ഇപ്പൊ എടുത്ത ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാമോ?
ബ്രീഫ് ചെയ്ത് വായിച്ചാൽ മതി കേട്ടോ, വിശദീകരിച്ചങ്ങ് വായിക്കില്ലേ. ഓക്കെ, താഴെ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. Arrangement and leading steps are related to classroom management. Controlling steps provide the feedback to classroom management. According to Davis, 4 learning structures are 5 എന്നാണ് കേട്ടോ കിടക്കുന്നത്, 4 ആണ്. 4 learning structures are generated through classroom management from primary to higher stage. There is a continuum and a great variation in classroom management. Okay. ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പ്ലാനിംഗ്, ലീഡിംഗ് എന്നീ 2 ഘട്ടങ്ങൾ, അല്ലെങ്കിൽ പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് പ്ലാനിംഗ് ആൻഡ് ലീഡിംഗ് എന്ന ഈ 2 ഘട്ടങ്ങളില് ക്ലാസ് റൂം അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്ലാസ് റൂമിനെ കൺട്രോൾ ചെയ്യുന്നത് ഭാഗമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അല്ലെ. ആദ്യം നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തതിനു ശേഷമാണ് അത് ഏതൊക്കെ രീതിയിൽ അതിനെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് രണ്ടും എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ക്ലാസ് റൂം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2 കാര്യങ്ങളാണ്. ഓക്കെ, ഇനി കൺട്രോളിംഗ് ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോളിംഗ് ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവസാന ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോളിംഗ് ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ ആണോ മിസ്? ക്ലാസ് റൂമിന് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്സുകൾ കൊടുക്കണം അല്ലെ കൺട്രോളിംഗ് ഘട്ടത്തിൽ. അതായത് ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് ക്ലാസ് റൂമിന് ആവശ്യമായിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്സുകൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു അപ്രോച്ചസ് അവിടെ അവസാനിക്കുന്നത്, ആ ഒരു മെത്തേഡ് അവിടെ അവസാനിക്കുന്നത് അല്ലെ. ഇനി ഈ ഡേവിസിന്റെ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു, അദ്ദേഹം ഒരു ക്ലാസ്സിലെ ടീച്ചറിന് ഒരു മാനേജർ എന്ന റോൾ കൊടുക്കുന്നതാണ് അല്ലെ. ഒരു മാനേജർ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെയായിരിക്കണം ക്ലാസ് റൂമിനകത്ത് ടീച്ചർ ഒരു മാനേജർ എന്ന റോള് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പഠന ഘടകങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ എല്ലാ സ്റ്റെപ്സും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലളിതമായ പഠന നിലയിൽ നിന്ന് കുറച്ചും കൂടി എന്താണ് ഉയർന്ന പഠന നിലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. പ്രൈമറി ടു ഹയർ സ്റ്റേജ് എന്ന രീതിയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് പോകുന്നത് അല്ലെങ്കിൽ ഒരു അപ്രോച്ചസ് പോകുന്നത്. ഓക്കെ, അദ്ദേഹം എന്താ പറയുന്നത്? ഡേവിസിന്റെ പഠന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 4 സ്റ്റെപ്സിലാണ്. അതിലൂടെ എന്താണ് ഒരു വിദ്യാർത്ഥി ലളിതമായ ഏറ്റവും ലളിതമായ പഠന നിലയിൽ നിന്നും ഏറ്റവും ഹയർ ആയിട്ട് പ്രൈമറിയിൽ നിന്നും ഏറ്റവും ഹയർ ആയിട്ടുള്ള രീതിയിലേക്ക് ഉയർന്ന പഠന നിലയിലേക്ക് ഒരു വിദ്യാർത്ഥി നമുക്ക് എത്തിച്ചേരാൻ സഹായിക്കും എന്നതാണ് ഈ ഒരു അപ്രോച്ചസിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം പറഞ്ഞത് മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഈ 4 സ്റ്റെപ്സിലൂടെയും ഒരു കുട്ടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ പ്രൈമറി സ്റ്റേജിൽ നിന്ന് ഹയർ സ്റ്റേജിലേക്കാണ് അവന്റെ ആ ഒരു പഠന നിലവാരം ഉയരുന്നതെന്നാണ് ഈ ഒരു മാനേജ് ലേണിംഗ് അപ്രോച്ചസിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഓക്കെ, അത്തരത്തിൽ കുട്ടികളെ സഹായിക്കുന്നു എന്നാണ് ഈ ഒരു അപ്രോച്ചസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെയും സ്റ്റെപ്സുകൾ പഠിക്കുക കേട്ടോ. 4 സ്റ്റെപ്സുകളുടെ പേരുകൾ ഓർത്ത് വെക്കുക: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ലീഡിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഓക്കെ, ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് ടീച്ചിങ് ആണ് കേട്ടോ. ഓർഗനൈസിംഗ് ടീച്ചിങ് അപ്രോച്ച്. This path assumes that teaching is a continuum from more thoughtless to most thoughtful, memory to contemplative level, memory level, understanding level and reflective level. Okay. Yes, ഈ ഒരു അപ്രോച്ച് നമ്മുടെ മെമ്മറി ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു അപ്രോച്ച് ആണ് ഓർഗനൈസിംഗ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഏറ്റവും അതായത് തോട്ട്ലെസ് ടീച്ചിങ്ങിൽ നിന്ന് ഏറ്റവും ചിന്താശേഷി കുറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും ചിന്താശേഷി കൂടിയ ഒരു വിഭാഗത്തിലേക്ക് പോകുന്ന ഒരു തരം അപ്രോച്ചസ് ആണ് ഈ ഓർഗനൈസിംഗ് ടീച്ചിങ്ങിൽ വരുന്ന മെയിൻ പാത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ വളരെ ചിന്താപരമായിട്ടധികം പുറകിലോട്ടാണെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ തോട്ടുകൾ അല്ലെങ്കിൽ ചിന്താശേഷി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഈ ഒരു അപ്രോച്ചസ് നമ്മൾ 3 തലങ്ങളിലായിട്ടാണ് 3 തലങ്ങൾ, 3 സ്റ്റെപ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ 3 ലെവലുകളായിട്ടാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റിംഗ് ലെവൽ. ഓക്കെ, റിഫ്ലക്റ്റീവ് ലെവൽ, റിഫ്ലക്റ്റിംഗ് അല്ല റിഫ്ലക്റ്റീവ് ലെവൽ. ഓക്കെ, ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? മെമ്മറി ലെവലാണ്. എന്താണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്?
മെമ്മറി ലെവൽ എന്തായിരിക്കും? മെമ്മറി ലെവലിന്റെ എയിം എന്തായിരിക്കും? റോട്ട് ലേണിംഗ് എന്നൊക്കെ പറയാൻ പറ്റില്ല. റോട്ട് ലേണിംഗ്, ROTE, റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റോട്ട് ലേണിംഗ് ശരിക്കും മെമ്മറി എന്ന് പറയുന്നത് നമ്മള് പാഠഭാഗങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ പാഠഭാഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? ഓർത്ത് മനഃപ്പാഠം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? റോട്ട് ലേണിംഗ്, മനഃപ്പാഠം എന്ന് വെച്ചാൽ എന്താ? കാണാതെ പഠിക്കുന്നു. ഈ മെമ്മറി ലെവലിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ എന്താണ്? വിവരങ്ങൾ മനഃപ്പാഠമാക്കുക, അഥവാ റോട്ട് ലേണിംഗ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് എത്രത്തോളം നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെമ്മറി ലെവലിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ടീച്ചർ ആണ് ഡോമിനേറ്റഡ്. അതെങ്ങനെയാണ് ടീച്ചർ ആയിട്ട് വരുന്നത്? ടീച്ചർ എങ്ങനെയാണ് നമുക്ക് ടീച്ചർ പറയുന്ന കാര്യങ്ങളാണോ നമ്മൾ പഠിച്ചെടുക്കുന്നത്? ആണോ? ടീച്ചറാണോ അവിടെ ഡോമിനേഷൻ വരുന്നത്? ആണോ? ടീച്ചറാണ് നമ്മളിലേക്ക് ആ പറയുന്ന ആ കോൺസെപ്റ്റുകൾ നമ്മളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ടീച്ചർ പറയുന്ന ആ പോയിന്റ്സുകളിലൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നത്, നമ്മളത് ഓർത്തെടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ടീച്ചറാണ് നമുക്ക് ആ കോൺസെപ്റ്റ് ആദ്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദെൻ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത്? മനസ്സിലേക്ക്, അല്ലെങ്കിൽ നമുക്കത് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ? മെമ്മറി ലെവൽ ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് കൺട്രോൾഡ് ആൻഡ് ഡോമിനേറ്റഡ് ബൈ ദ ടീച്ചർ. ഈ ഒരു ലെവലില് നമ്മുടെ ക്ലാസ് റൂം കൺട്രോൾ ചെയ്യുന്നതിന്റെ പ്രധാന ഡോമിനേഷൻ പദ്ധതി പറയുന്ന ആർക്കാണ്? ടീച്ചർ തന്നെയാണ് ആസ് എ സെന്റർ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മെമ്മറി ലെവലിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നത് ML എന്ന രീതിയിൽ നമ്മൾ ഇതിനെ പറയും കേട്ടോ. ML സ്റ്റാൻഡ് ഫോർ മെമ്മറി ലെവൽ. അത് ഓർത്ത് വെക്കുക കേട്ടോ. ML എന്ന് പറയുന്നുണ്ട്, മെമ്മറി ലെവൽ. Then second one, understanding level. Understanding level. എന്താണ് understanding level എന്ന് പറയുന്നത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? At understanding level, classroom management is controlled by both teacher and learners. Understanding level. ഒന്ന് ആലോചിച്ച് ഉത്തരം പറയുന്നത്. കുട്ടിയും ടീച്ചറും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതാണോ? കുട്ടിയും ടീച്ചറും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണോ വേണ്ടത്? ഒരുപോലെ പ്രവർത്തിക്കുന്നതാണോ മിസ്സേ? നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. കുട്ടികൾ റിലേഷൻഷിപ്സ് അല്ല വരുന്നത്, അല്ലെ? നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന ഇത് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, കോൺസെൻട്രേഷൻ, കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെ? കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ദ കോൺസെപ്റ്റ് ആൻഡ് ദ മീനിങ് ഓഫ് ദ കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും കുട്ടികൾക്ക് മനസ്സിലാവണം. എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ഒരേപോലെ അവർക്ക് മനസ്സിലാവണം, അല്ലെ? അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ സമയത്ത് ഈ ക്ലാസ് റൂം കൺട്രോൾ ചെയ്ത് രണ്ട് വ്യക്തികൾ തന്നെയാണ്, അല്ലെ? ടീച്ചേഴ്സും അതെ ലേണേഴ്സും ഒരേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ടീച്ചർ മനസ്സിലാക്കി കൊടുക്കുന്നതിനനുസരിച്ച് കുട്ടികളും അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് അവിടെ ചെയ്യുന്നുണ്ട്, അല്ലെ? എത്രത്തോളം മനസ്സിലാക്കും നിങ്ങൾക്ക്? അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ്? കുട്ടികൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കുന്ന ടീച്ചർ ചിലപ്പോൾ പല എക്സാമ്പിൾസ് പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുട്ടികൾ എന്താണ് മാക്സിമം അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്, അതിന്റെ ആ കോൺസെപ്റ്റിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള എല്ലാത്തരം എഫേർട്ടും ടീച്ചർ അവിടെ എടുക്കുക. അതിനൊപ്പം തന്നെ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? ലേണേഴ്സും തന്നെയാണ്, അല്ലെ? കുട്ടികളും ടീച്ചറും അവിടെ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ ഒരേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ഓരോ അപ്രോച്ചസിലേക്ക് വരുമ്പോൾ ഓരോന്നിലും വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഓരോരോ അപ്രോച്ചസിൽ വേറെ വേറെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന്. ഓക്കെ, വേറെ വേറെ രീതിയിലാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ റിഫ്ലക്റ്റീവ് ലെവലാണ്. റിഫ്ലക്റ്റീവ് ലെവൽ, റിഫ്ലക്റ്റീവ് എന്താണ്? റിഫ്ലക്ഷൻ, റിഫ്ലക്റ്റീവ്. RL എന്ന് പറയുന്നത് മറ്റേ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലെ നമ്മൾ UL എന്ന് പറയും. ഷോർട്ട് ഫോമിൽ പറയുന്നത് UL എന്താണ്? UL സ്റ്റാൻഡ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഇത് എവിടെ കണ്ടാലും ഓർക്കണം കേട്ടോ. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ് UL. മെമ്മറി ലെവലാണ് ML. RL എന്താണ്? റിഫ്ലക്റ്റീവ് ലെവൽ കേട്ടോ. RL റിഫ്ലക്റ്റീവ് ലെവൽ. എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്? At the reflective level, the learners dominate managing classroom activities is a problem-solving stage of teaching. The classroom activities are managed in the seminar and conference hall. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ആണ്, അല്ലെ? എന്താണ് റിഫ്ലക്റ്റീവ് ലെവലിന്റെ പ്രത്യേകത? ഇത് ആരാണ് കൂടുതലായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നത്? റിഫ്ലക്റ്റീവ് ലെവല്
കുട്ടികൾ സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസ് ആണ് അല്ലെ. നമുക്ക് ഇവിടെ നമ്മൾ അവരെ പഠിപ്പിച്ച കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ് അല്ലെ. അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? കുട്ടികൾ ആ പ്രോബ്ലം അവരാൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ആ പ്രോബ്ലം അവരെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷി ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയാണ് എന്ത്, അല്ലെങ്കിൽ ഒരു ലെവൽ കൂടിയാണ് എന്ത്, റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ കുട്ടികൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു പ്രോബ്ലം സോൾവിംഗ് ലെവൽ എന്ന് പറയുന്നത് ഏത് ലെവലാണ്? റിഫ്ലക്റ്റീവ് ലെവലിലാണ് നടത്തപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അവിടെ ലേണേഴ്സ് ആണ് ക്ലാസ് റൂം മാനേജ് ചെയ്യുക. അപ്പൊ പ്രോബ്ലം കൊടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? കുട്ടികളാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നത് ആരാണ്? ലേണേഴ്സ് ആണ് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളാണ് ആ ഒരു സമയത്ത് ക്ലാസ് റൂം എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ലേണർ ആണ് ഡോമിനേറ്റർ അല്ലെ. ഏറ്റവും പൊസിഷൻസ് കൂടുന്നത് ആർക്കാണ്? അവിടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ. ഈ ഒരു ലെവലില് കുട്ടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല പല ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇപ്പൊ ഡിസ്കഷൻ മെത്തേഡ്സ് കൊടുക്കാം, സെമിനാർസ് കൊടുക്കാം. എന്തൊക്കെയാണോ അങ്ങനെ ഈ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ആക്ടിവിറ്റീസ് നമുക്ക് എന്താണ് ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻസ് ആണ് ഈ 6 ലെവലിൽ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. യെസ്, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നിങ്ങളൊന്ന് നോക്കി, ഒന്ന് ശ്രദ്ധിച്ച്. ML എന്ന് പറയുന്നത് ആര് സെന്റേർഡ് ആണ്? ML എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ടീച്ചറും കുട്ടികളും വരും അല്ലെ. ടീച്ചേഴ്സും സ്റ്റുഡൻസ്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആണ് വരുന്നത് അല്ലെ. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ ആരാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? റിഫ്ലക്റ്റീവ് ലെവലില് ലേണർ സെന്റേർഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് ആണ് എന്ത് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് വേണമെങ്കിൽ വേഗം ടെക്സ്റ്റിൽ എഴുതി ഇടാൻ പറ്റുമെങ്കിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആണ്. ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതി പൊക്കോളൂ. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത് ആർക്ക് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ്? ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ഇന്ററാക്ഷൻസ് ഉണ്ട്. ടീച്ചർ അല്ലാണ്. റിഫ്ലക്റ്റീവ് ലെവലോ? റിഫ്ലക്റ്റീവ് ലെവൽ സ്റ്റുഡൻസ് സെന്റേർഡ്. സ്റ്റുഡൻസ് സെന്റേർഡ്, ലേണർ സെന്റേർഡ്. ഓക്കെ, അപ്പോ ഈ ഒരു ഓർഗനൈസിംഗ് ടീച്ചിങ് അപ്രോച്ചസിൽ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ചിന്താശേഷി കൂടുന്ന ഒരു ലെവൽ ഏതാണ്? ചിന്താശേഷി കൂടുതലുള്ള ഒരു ലെവല്? റിഫ്ലക്റ്റീവ് ലെവൽ. ഓക്കെ, ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കുന്നതും അതിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുന്നതും ആ കോൺസെപ്റ്റ് പൂർണ്ണമായിട്ട് ഒരു ഗ്രാസ്പ് ചെയ്യുന്നതും ഏത് ലെവലിലാണ്? ഏത് ലെവലിലാണ് കുട്ടി മനസ്സിലാക്കുന്നത്? ഒരു കോൺസെപ്റ്റ് അതിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഏത് ലെവലിലായിരിക്കും കുട്ടി മനസ്സിലാക്കുന്നത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ? ഓക്കെ, ഓർഗനൈസിംഗ് ടീച്ചിങ് എന്ന ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഓർഗനൈസിംഗ് ടീച്ചിങ് എന്ന ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കി. എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?
യെസ്. നെക്സ്റ്റ് അപ്രോച്ചസ് നോക്കിയാലോ. മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്. മോഡുലാർ അപ്രോച്ച്. ഓക്കെ. ഇപ്പൊ ടീച്ചർ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ നിങ്ങളുടെ ഈ ഒരു മോണ്ടിസോറി നമ്മുടെ ഡിപ്ലോമയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ ഡിപ്ലോമയിൽ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? ഓരോ പാർട്ടുകളായിട്ട് യൂണിറ്റ്സ് ഒക്കെ തിരിച്ച് എന്തായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്? ആദ്യത്തെ പാർട്ടില് ഹെൽത്തിനെ കുറിച്ച്, ഹെൽത്ത് ആൻഡ് ഓക്കെ. നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു കണ്ടിന്യൂഷൻ ആണോ നിങ്ങൾ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്പർ തുടങ്ങി ഒരു 115 ചാപ്റ്റേഴ്സ് ഒരുമിച്ചാണ് പഠിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് അതിനെ? നിങ്ങൾ തിരിച്ച് പഠിക്കുന്നു. തിരിക്കാന്നുള്ളതിനെ എന്താ പറയാ? തിരിക്കാന്നുള്ളത് എന്താ പറയാ? പാർട്ടാക്കുക, യൂണിറ്റ്സ് ആക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? മോഡ്യൂൾ ബേസ് ചെയ്തിട്ടാണ്. യെസ്, വെരി ഗുഡ്. മൊഡ്യൂൾസ് ആക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് മൊഡ്യൂൾ ആക്കിയിരിക്കുന്ന എന്തിനു വേണ്ടി? ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ്, ഫോർത്ത് എന്നൊക്കെ പറഞ്ഞ നമ്മള് മൊഡ്യൂൾ വൈസ് ആയിട്ട് ഈ പാഠഭാഗങ്ങൾ നമ്മൾ തിരിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? എളുപ്പത്തില് പഠിക്കാനാ. എളുപ്പത്തില്, അതായത് നമുക്ക് ഒറ്റയടിക്ക് പഠിക്കണം. നിങ്ങൾ പണ്ട് പഠിച്ച നിങ്ങളുടെ ആലോചിക്കും. നമ്മള് കൊല്ലം പരീക്ഷ എഴുതുമായിരുന്നു പണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിട്ട് ഓർമ്മയുണ്ടോ? അപ്പൊ മലയാളം ആണെങ്കിൽ സയൻസ് ആണെങ്കിൽ എല്ലാം ആദ്യം ഒന്നാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ 10, 12, 14 ചാപ്റ്റർ അതൊക്കെ ഒരുമിച്ച് ഒരു കൊല്ല പരീക്ഷ എഴുതാൻ തന്നത്. എന്തോരം ചത്ത് പരിശ്രമിച്ചിട്ടാണ് നമ്മൾ പഠിക്കാറല്ലേ? കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായിട്ടവർ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഓക്കെ. ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ടേം ആയിട്ട്, മൊഡ്യൂൾസ് ആയിട്ട്, പാർട്ടായിട്ട്, അല്ലെ? അങ്ങനെ പല രീതിയിൽ നമ്മള് ചാപ്റ്റേഴ്സിനൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ കംപ്ലീറ്റ്ലി എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വിഭജിക്കുന്നു, അല്ലെ? യെസ്. എന്തിനു വേണ്ടിയാണ് ഒന്ന് വിഭജിക്കുന്നത്? മോഡുലാർ സമീപനം അല്ലെങ്കിൽ മോഡുലാർ അപ്രോച്ച് പ്രധാനമായിട്ടും എന്താണ്? ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് പല പാർട്ടുകളായിട്ടാണ് ഇത് തരംതിരിക്കുന്നത്. ഓക്കെ. അതായത് പഠന വിഷയത്തെ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ നമ്മൾ ചെറിയ മൊഡ്യൂൾസുകളാക്കി, ചെറിയ യൂണിറ്റ്സുകളായിട്ട് തരംതിരിക്കുന്ന ഒരു സമീപനമാണ് ഇത് മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഓരോ മൊഡ്യൂൾസിനും ഓരോരോ ലക്ഷ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഡിപ്ലോമയിലെ നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? പാർട്ട് 1 പേപ്പർ 1 എന്തിനെ കുറിച്ചായിരുന്നു? പേപ്പർ 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. വെരി ഗുഡ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്, അല്ലെ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ നിങ്ങൾ 10 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെ? ആ ഒരു കോൺസെപ്റ്റ്, അതിനുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റ്, അല്ലെ? ഒന്നാമത്തെ ചാപ്റ്റർ ഇപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മുതൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരെ എന്താണ് ഒരു കുട്ടിയിൽ നടക്കുന്ന എല്ലാ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ കുറിച്ചിട്ട് നിങ്ങൾ യൂണിറ്റ്സുകളായിട്ട് പഠിച്ചു. ദെൻ അവിടെ നിന്ന് 6th ചാപ്റ്റർ മുതൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരെ എന്താണ്? സൈക്കോളജി ആണ്, അല്ലെ? മെയിൻ സൈക്കോളജി. ഡെവലപ്മെന്റ് സൈക്കോളജി ഉൾപ്പെടുന്ന തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തൊക്കെയാണ്. ഓരോരോ യൂണിറ്റ്സ് ആകുമ്പോൾ നിങ്ങൾ എന്താണ് ആ യൂണിറ്റ്സിലുള്ള കണ്ടന്റ്സുകൾ മാത്രമാണ് നിങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾക്ക് അപ്പൊ എന്താണ് പഠനത്തില് കുറച്ച് ഈസി ആണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ അനുഭവപ്പെടുന്നത്? എന്താണ് അനുഭവപ്പെടുന്നത്? ഓരോ പാർട്ടിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെ? ഓരോ മൊഡ്യൂൾസിന് എന്തുണ്ട്? ഇന്ന ഭാഗങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ മൊഡ്യൂൾസ് ആയിട്ട് ഇങ്ങനെ തിരിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ഈ മെയിൻ കോൺസെപ്റ്റിൽ പറയുന്ന ഈ മോഡുലാർ അപ്രോച്ചിൽ നമ്മൾ പാഠഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠന വിഷയത്തിൽ ചെറിയ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഓക്കെ. യെസ്. പിന്നെ ഈ ഒരു മോഡുലാർ അപ്രോച്ചസ് പ്രകാരം ഇത് വായിച്ചില്ലല്ലേ? നോക്കട്ടെ, ശ്രദ്ധിക്കുക. ടെക്സ്റ്റിൽ ശ്രദ്ധിക്കുക കേട്ടോ. ടീച്ചിങ് മോഡൽസ് ആർ യൂസ്ഡ് ഇൻ മാനേജിംഗ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ദർ ആർ various families of teaching models. Each family has its own classroom management. A model containing 4 fundamental elements: focus, syntax, social system, support system. The format of classroom management can be studied and improved with the help of these elements.
The syntax of managing classroom activities contains the structure of learning. The variation of classroom management can be identified with the modular path of teaching. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. മോഡുലർ അപ്രോച്ചിന്റെ എസൻസ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ടീച്ചർ പറഞ്ഞ പോലെ മൊഡ്യൂൾസുകളായിട്ട് തരംതിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ എക്സ്ട്രാ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ഈ ഒരു അപ്രോച്ചസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ കുറച്ചും കൂടി വേഗത്തിൽ പഠിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഫണ്ടമെന്റൽ എലമെന്റ്സുകൾ നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റ്സിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് ആ എലമെന്റ്സുകളുടെ പേര് മാത്രമൊക്കെ ശ്രദ്ധിക്കുക. ഫോക്കസ്, സിന്റാക്സ്, സോഷ്യൽ സിസ്റ്റം ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. അപ്പൊ മോഡൽ അപ്രോച്ചസ് പ്രകാരം നമ്മൾ ഈ 4 എലമെന്റ്സ് ഫുൾഫില്ല് ചെയ്യാനാണ് ഈ ഒരു അപ്രോച്ചസിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഈ ഒരു പോർഷൻസ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇതിന് വേണ്ടി ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ മിക്കതും പറഞ്ഞുതരാം. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് ഓരോന്ന് എന്താണ് ഫോക്കസ്, സിന്റാക്സ്, സോഷ്യൽ സിസ്റ്റം എന്താണ്, സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ എഴുതിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, എളുപ്പത്തിൽ പഠിക്കാൻ അതല്ലേ നല്ലത്? അതെ അതെ മിസ്സേ. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ആയിട്ട് മോഡുലർ അപ്രോച്ചസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ഈ മോഡുലർ അപ്രോച്ചസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, പാഠഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഫാമിലീസ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്, ഓരോ മൊഡ്യൂൾസിന് എന്തുണ്ടാവും, വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന മൊഡ്യൂൾസിൽ നമ്മൾ ഇന്ന കാര്യങ്ങളായിരിക്കണം പഠിച്ചത് അല്ലെങ്കിൽ ക്ലാസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ മൊഡ്യൂൾസിന് നമ്മൾ തീരുമാനിച്ചു. ഇനി അതോടൊപ്പം തന്നെ എന്താണ്, വിദ്യാർത്ഥികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പൊ ഡെവലപ്മെന്റിൽ നിങ്ങൾ 5 ചാപ്റ്റർ പഠിച്ചില്ലേ, 5 ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എങ്ങനെയാണ്, 6 പേപ്പേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത്. 6 പേപ്പേഴ്സ്. അപ്പൊ ഈ 5 ചാപ്റ്റർ മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ പേപ്പറാണ്. പേപ്പർ 2 പരീക്ഷയ്ക്ക് നിങ്ങൾ എന്താണ് 5 ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. പ്ലസ് 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആകെ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ തോന്നുന്നത്? കുറച്ചും കൂടി എളുപ്പമായിട്ട് 5 പാഠഭാഗം മാത്രം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അല്ലെ. ഇനി അതോടൊപ്പം തന്നെ എന്താണ്, ഓരോ മൊഡ്യൂൾസ് നമ്മൾ പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ. ഓരോ മൊഡ്യൂൾസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നിങ്ങളുടെ ടേം എക്സാം തന്നെ നിങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് അല്ലെ. നിങ്ങൾ ടേം എക്സാം എഴുതിയവരില്ലേ കുട്ടികളെ, ടേം എക്സാംസ് ഒക്കെ. യെസ്, അപ്പൊ ഓരോ മൊഡ്യൂൾസിലും നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ് എന്ത്, ആ ഓരോ എക്സാംസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ സ്റ്റുഡന്റ് കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്ത്, മോഡുലാർ അപ്രോച്ച്. ഇത് കുട്ടികളെയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലെ. കുട്ടികൾക്കാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഓരോ മൊഡ്യൂൾസിലും ഓരോ പാർട്ടിലും കുട്ടി എന്ത് പഠിച്ചു എന്ന ഭാഗങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു അപ്രോച്ചസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല സെൽഫ് ലേണിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അപ്രോച്ച് കൂടിയാണ് എന്ത്, മോഡുലാർ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് സെൽഫ് ലേൺ എന്ന് വെച്ചാൽ സ്വയം പഠിക്കാനായിട്ട് നിങ്ങളെല്ലാം ഓരോ പാർട്ടുകളും സ്വയം പഠിക്കുകയാണ് അല്ലെ. സ്വയം പഠിച്ചു മുന്നേറാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സെൽഫ് ലേണിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു അപ്രോച്ച് കൂടിയാണ് എന്ത്, മോഡുലാർ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇതിന്റെ നോട്ട്സിന്റെ കാര്യം പറഞ്ഞില്ല പിള്ളേരെ. നോട്ട്സ് എന്റെ കയ്യിൽ ജസ്റ്റ് മിസ്സായിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിന്റെ നോട്ട് പറഞ്ഞുതരാം കേട്ടോ. മോഡുലാർ അപ്രോച്ചസ് എന്താണ് ബ്രീഫ് ചെയ്ത് എഴുതി വെച്ച കാര്യമാണ്, സംഭവം കാണാനില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു കേട്ടോ. യെസ്, ഇന്ന് പഠിച്ച അപ്രോച്ചസ് നമുക്കൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്യാം. മോഡുലാർ അപ്രോച്ചസ് തീർന്നിട്ടില്ല കേട്ടോ. അതിനുള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതിൽ 4 എലമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതെന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. കുറച്ച് അവിടെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യാം. ഏതൊക്കെ അപ്രോച്ചസിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയത്, ഏതൊക്കെ അപ്രോച്ചസ് പഠിച്ചു. ഇവാലുവേഷൻ അപ്രോച്ചസ്, മാനേജിംഗ് ടീച്ചിങ്, ഇവാലുവേഷൻ അപ്രോച്ചസ് ആരാണ് കൊണ്ടുവന്നത്? BS Bloom. BS Bloom.
അദ്ദേഹത്തിന് എത്രത്തോളം സ്റ്റെപ്സിൽ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങില്? 3 steps. 3 steps. 3 സ്റ്റെപ്സ്. ഓക്കെ. കുട്ടികളില് ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റേജ് ഏതാണ് അതില്? ഏത് സ്റ്റേജ് ആണ്? ചേഞ്ച് ഇൻ ബിഹേവിയർ. ചേഞ്ച് ഇൻ ബിഹേവിയർ. ഓക്കെ. യെസ്. ഇവിടെ പൂർണ്ണമായിട്ടും ക്ലാസ് റൂം കൺട്രോൾ ചെയ്യുന്ന വ്യക്തി ആരാണ്? ടീച്ചർ. ടീച്ചർ അല്ലെ? ടീച്ചർ സെന്റേർഡ് ആണ്. ഒബ്ജക്റ്റീവ് സെന്റേർഡ്. ഒബ്ജക്റ്റീവ് സെന്റേർഡ് ആണോ ടീച്ചർ സെന്റേർഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഒബ്ജക്റ്റീവ് സെന്റേർഡ് ആണ്. സെന്റേർഡ് ആണ് കേട്ടോ. ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ഒബ്ജക്റ്റീവ് സെന്റേർഡ് ആണ്. ഏത് അപ്രോച്ചസിൽ വരുന്നത്? ഇവാലുവേഷൻ അപ്രോച്ചസിൽ വരുന്നത്. ഓക്കെ. ഇനി ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് എന്ത്? ആരാണ് കൊണ്ടുവന്നത്? ഡേവിസ് ആണ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, ലീഡിംഗ്, കൺട്രോളിംഗ്. കൺട്രോളിംഗിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? Evaluation. കൺട്രോളിംഗ് ഓർ ഇവാലുവേഷൻ. എന്താണ് കൺട്രോളിംഗ് ഓർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്? പഠന ലക്ഷ്യങ്ങളൊക്കെ കുട്ടി കൈവരിച്ചോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. യെസ്. ദെൻ ഓർഗനൈസിംഗ് ടീച്ചിങ്ങിന് 3 ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതില് കുട്ടികൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷി കൂടുന്ന ലെവൽ ഏതാണ്? ഓക്കെ. 3 ലെവൽസ് ഉണ്ട്. ആ 3 ലെവൽസ് ഒന്ന് പറയാമോ? Memory. Memory level, understanding level, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, reflective level. റിഫ്ലെക്റ്റീവ് ലെവൽ. പെട്ടെന്ന് ഒരു പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്ത് എഴുതാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെ എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ആൻസർ അല്ലെ? കേട്ടറിവ് വെച്ച് കുറച്ച് ആൻസേഴ്സ് ചെയ്യാൻ പറ്റില്ലേ? കേട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അത്യാവശ്യം കുറച്ച് മെമ്മറിയിൽ ഒരു 30 സെക്കൻഡ്സോളം കുറച്ച് കാര്യങ്ങൾ നിലനിൽക്കും അല്ലെ? അത് വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് കേട്ടറിവ് വെച്ചിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഡിപ്ലോമയിലൊക്കെ അതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടാവും. ചില കാര്യങ്ങൾ കേട്ടിട്ട് എഴുതിയത്. ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ചില ടീച്ചേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു പോർഷൻസ്. പക്ഷെ എനിക്ക് 2:30 വേറെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാത്തത്. ഓക്കെ. താങ്ക് യു. ശരി.